മസ്താനിക്കൊപ്പമാണ് എപ്പോഴും. ഐ സപ്പോർട്ട് മസ്താനി. അല്ല, അഖിൽമാരാർ പോലത്തെ ഒരാൾ നിന്റെ പേര് പറഞ്ഞില്ലേ, അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. പറയാൻ ബിഗ് ബോസിൽ അഖിൽമാരാർ പോയിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഷിയാസ് കരീം പോയിട്ടുണ്ടായിരുന്നു, മസ്താനി പുറത്തിറങ്ങി. എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാ, നമ്മള് ഓരോരുത്തരും ഷിയാസ് കേട്ടനാണെങ്കിലും പോയിട്ടുള്ളതല്ലേ. നമ്മള് ഓരോരുത്തരും പോകും, ഇറങ്ങും. അപ്പൊ അതിന് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതിനിടയിൽ നമുക്ക് വലിയൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കൂടുതൽ പറയാനാണല്ല. പക്ഷെ ഓരോരുത്തർക്കും ഓരോരുത്തർ രീതിയിലായിരിക്കും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ. പിന്നെ ഇത്രയും മാത്രം കളിയാക്കാൻ എന്തായിരിക്കണമെന്ന് എനിക്കിത് ചോദിക്കാനുള്ളത്. കാരണം മസ്താനിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നു. മസ്താനി എന്തായാലും ബിഗ് ബോസിൽ പോയല്ലോ, അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതിൽ ഗെയിം കളിച്ചപ്പോൾ ചിലപ്പോൾ അത് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ എന്തായാലും അത് ബിഗ് ബോസ് വരെ എത്തിയല്ലോ. ഒരു സാധാരണ ഒരു ആങ്കറിൽ നിന്നും ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോം വരെ എത്തി, അവിടെ പോയി പങ്കെടുത്തു. പിന്നെ അവിടെ നിന്ന് പുറത്തായാലും വലിയ അതിൽ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും മസ്താനിക്കൊപ്പമാണ് എപ്പോഴും. ഐ സപ്പോർട്ട് മസ്താനി. അല്ല, മസ്താനി അങ്ങനെ പറഞ്ഞത് ശരിയായില്ല. മസ്താനി അപ്പാനി സ്ഥലത്ത് പോയപ്പോൾ പ്രശ്നം ഉണ്ടാക്കി, നമുക്ക് കളിയാക്കി. അതുപോലെ തന്നെ ഈ പറയുന്ന അതുമല്ല, മറ്റേ വീഴാൻ പോയപ്പോൾ പിടിച്ച ഒനിയിൽ ഓൾറെഡി നെഗറ്റീവ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് മാനിപ്പുലേറ്റ് പുറത്ത് നടന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പറയാൻ പാടില്ല, റൂൾസ് ഒക്കെ തെറ്റിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായില്ല. പിന്നെ ലക്ഷ്മി ആണെങ്കിൽ മറ്റേ ലെസ്ബിയൻ കപ്പിളിനെ ഓൾറെഡി വീട്ടിൽ കയറ്റില്ല, അങ്ങനെയുള്ള രീതിയിൽ സംസാരിച്ചു. അക്ബറിനെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ ഈ പറയുന്നത്? അതല്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ബിഗ് ബോസിലാകുമ്പോൾ അങ്ങനെ ആൾക്കാരെ പറ്റി അങ്ങനെ പറഞ്ഞു പോകും. എന്നാലും ആ വിഷയങ്ങൾ നമ്മൾക്ക് ബോധറിയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമല്ല നമ്മൾ ബോധറിയേണ്ട. പിന്നെ ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്ന് പറഞ്ഞാൽ അത് ഷോ കഴിഞ്ഞാൽ തീർന്നു. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് വരുത്തുകയല്ലേ ചെയ്തത്. ആളുകളുടെ മനസ്സിൽ ഇങ്ങനെയോട് ആളുകളെ ഇപ്പോൾ പറയുമ്പോൾ വ്യക്തിപരമായിട്ട് അവർ പേഴ്സണൽ ജീവിതത്തിനെ കയറി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലല്ലേ സംസാരിച്ചത്. അതുകൊണ്ടല്ലേ പറഞ്ഞത്. അത് എങ്ങനെ ഒരു മറുപടി പറയാമെന്ന് എനിക്ക് തന്നെ കറക്റ്റ് അറിയില്ല. കാരണം അങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ടുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങൾ കൂടുതലും അങ്ങനെ കാണാറില്ല. എന്നാലും ഇങ്ങനെയൊക്കെ അറിഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ വർത്തമാനങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ബിഗ് ബോസിൽ പോകുമ്പോൾ അറിയാമല്ലോ, അവിടെ എങ്ങനെയായിരിക്കും ഗെയിം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കുഴപ്പമില്ല. ഷിയാസ് കരീം ഈ പറയുന്ന പോലെ ഇപ്പോൾ അഖിൽമാരാർക്കെതിരെ എന്തോ സംസാരിച്ചു. അഖിൽമാരാറിനല്ല, അഖിൽ കോട്ടെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെന്താ പറഞ്ഞത്? ഇപ്പം എന്താണ് പെരേരയെ പറ്റി എന്തോ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പെരേരയുടെ ആരാധകർ. ചിലര് നമ്മളെ പേരൊക്കെ എടുത്തിടുന്നു, വെറുതെ ഒക്കെ എടുത്തിടുന്നു. വേറെ ആൾക്കാരുടെ പേര് പറയുമ്പോൾ അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അഖിൽമാരുടെ പേജിലിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ പേര് യൂസ് ചെയ്യണത് എന്തിനാന്ന് അറിയാൻ പാടാത്ത. കാരണം ഒരാളുടെ പേര് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു ഫെയിമിൽ അദ്ദേഹം നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഇപ്പം പറയുന്ന ആളുടെ കമ്പനി അല്ല മെയിനായിട്ട്. അദ്ദേഹത്തിനായിട്ട് ഞാൻ ഫോൺ കോണ്ടാക്ട്സ് പോലും എല്ലാ ദിവസവും ഇല്ല. പണ്ടെപ്പോഴോ വിളിച്ചിട്ടുണ്ടാവും, കല്യാണത്തിനും പോയിട്ടുണ്ടാവും എന്നും പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലോ വിളിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ സിനിമകളോ ഫാഷൻ ഷോയിനെ പറ്റിയോ ചോദിക്കാനോ ഒന്നും വിളിക്കാറില്ല. നടന്മാരെ പോലെ അങ്ങനെ ഞാൻ വിളിച്ച് ശല്യപ്പെടുത്താറില്ല. പിന്നെ നമ്മൾ അഖിൽമാരെ പോലെ ആൾക്കാരൊക്കെ നമ്മുടെ പേര് എഴുതിയിടുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. വെറുതെ അല്ല. ഹസൻ പുള്ളിക്കാരൻ പണ്ടുണ്ടാവുമല്ലോ എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ. പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. പുള്ളിനെ അവിടെ വെച്ച് കണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെ ഹസൻ ഒരു ചേട്ടനെ പോലെയാണ് ഇപ്പം പറഞ്ഞ ഷിയാസ്. അപ്പം അതുകൊണ്ട് തന്നെ ഷിയാസ്ക ഫ്രണ്ടാന്ന് പറഞ്ഞതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എഴുതിയിട്ട് ഇപ്പം അങ്ങനെ പറയുന്നതുകൊണ്ട് അങ്ങനെ മാത്രമേ ഷിയാസ്കിനെ അറിയുള്ളൂ അല്ലേ. പുള്ളിയെ തന്നെ ഒരു ഫെയിം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ ഫെയിമിൽ പുള്ളിയെ പറഞ്ഞാൽ പോലെ, അല്ലാണ്ട് എൻ്റെ പേര് കൂട്ടിച്ചേർത്തിട്ട് അലിൻജോസ് പെരേരയുടെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താ ഫുൾ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചില്ല, എന്നാലും ചെറിയ സ്കിപ്പ് ചെയ്താൽ കണ്ടല്ലേ. നിനക്ക് എന്താ പറയാനുള്ളത്? പറയുന്നവര് പറയട്ടെ, അല്ലാതെ പെരേര വീണ്ടും വളരും. കാര്യം അഖിൽമാരാർ പോലത്തെ ഒരാൾ നിന്റെ പേര് പറഞ്ഞില്ലേ, അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. പറയാണ്ട് തന്നെ വേറെ വീഡിയോ പറഞ്ഞിരുന്നു, ഫോട്ടോ ഒക്കെ വെച്ചിരുന്നു. അത് കോമാളിന്ന്, അത് നോക്കട്ടെ, പേരാ പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യം. മറ്റേ മസ്താനി പുറത്തായാലും നിനക്ക് എന്താ പറയാനുള്ളത്?
ബിഗ് ബോസ് ആകുമ്പോ എല്ലാരും പുറത്താണല്ലോ, അല്ലാണ്ട് അതിന്റെ അകത്ത് തന്നെ അതല്ല 100 ദിവസം കിടക്കാന്ന് ആരും എഴുതി 100 ദിവസം അതല്ല, മസ്താനി എന്ന് പറഞ്ഞ വ്യക്തി ആങ്കർ ആയിരുന്നല്ലോ, വെറൈറ്റി മീഡിയ പോലത്തെ വലിയ ചാനലല്ല, പേരൊക്കെ എടുത്ത് എന്നെ വിളിച്ചിട്ടില്ല ചാനലില് ആങ്കർ ആയിട്ട് പരിപാടിക്കൊന്നും വിളിച്ചിട്ടുണ്ട്. പക്ഷെ മസ്താനിയായിട്ട് ഒരുമിച്ച് ചാനൽ വിളിച്ചില്ല, പക്ഷെ ഒരുമിച്ച് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ചാനൽ വഴി അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ വഴി പ്രാങ്ക് ഷോ. പിന്നെ ഒരു കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ട്, മസ്താനിയായിട്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്തിട്ടുണ്ട് അളവാളുടെ കല്യാണത്തിന്. അത് യൂട്യൂബിലൊക്കെ വൈറലാണ്. അപ്പൊ അങ്ങനെ എനിക്ക് മസ്താനെ അറിയാം. നമ്മൾ അറിയാത്ത കാര്യം പറയാണ്ടിരിക്കുക. എന്താ പറയാനുള്ളത് മസ്താനെ പറ്റി? ആരെ കുറിച്ചൊന്നും പറയാതിരിക്കണം. നെഗറ്റീവ് പറയാണ്ട, പോസിറ്റീവ് അല്ല. നെഗറ്റീവ് ആയിട്ടാണ് ഏതായാലും ബിഗ് ബോസിൽ ഒരാൾക്കല്ലേ സമ്മാനം കൊടുക്കുള്ളൂ, ഫസ്റ്റ് പ്രൈസ്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഔട്ടായിക്കൊണ്ടേയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് പേര് മസ്താനെ ഇപ്പൊ കളിയാക്കുന്നുണ്ട്. അപ്പൊ കളിയാക്കുന്നവരുടെ ഭാഗത്താണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ മസ്താനയുടെ ഭാഗത്താണോ നിൽക്കുന്നത്? ഇപ്പൊ ഈ സാഹചര്യത്തില് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയല്ലോ, നീ പറ, ആരുടെ ഭാഗത്താണ് നീ നിൽക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ ഭാഗത്താണ്. ദൈവം ഒന്ന് നമ്മള് സൃഷ്ടിച്ച്, അപ്പൊ പുള്ളി തീരുമാനിക്കണ കാര്യങ്ങൾ ഇവിടെ നടക്കണം. മനസ്സിലായത്? നമ്മളൊരാളുടെയും പക്ഷത്തല്ല. നീ പട്ടിണി കിടന്ന വേറൊരുത്ത നിനക്ക് ചോറ് മേടിച്ചല്ല, നീ പണിയെടുത്താലേ നിനക്ക് ചോറ് തിന്നാൻ പറ്റുള്ളൂ. അല്ല, ശരിയല്ലേ? ആണാ? അല്ലാണ്ട് നീ പറഞ്ഞ ആൾക്കാരും നിനക്ക് ചോറ് മേടിച്ചിട്ടില്ലല്ലോ. അപ്പൊ അത് ചിന്തിച്ചാ മതി. അല്ല, പേഴ്സണലായിട്ട് പേരയ്ക്ക് മസ്താനിനെ അറിയാലോ, അപ്പൊ മസ്താനിയുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിയാവുന്നല്ലോ. പക്ഷെ മസ്താനി അടുത്ത് നല്ലൊരു ഗുഡ് ബിഹേവിങ് ആണ്. കാരണം ഒരുപാട് ലേഡി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പോലും എൻ്റെ അടുത്ത് വല്ലപ്പോഴാണെങ്കിലും 2 പ്രോഗ്രാം വഴി ഞാൻ കണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ തിയേറ്റർ വഴി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡുള്ളൊരു പ്രവൃത്തികളാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഷോ ഹിറ്റാകാൻ വേണ്ടി ആ ഒരു വീഡിയോയിൽ എന്തുവേണമെങ്കിലും ചെയ്യാം. ഓക്കെ. അപ്പോൾ വേറെ എന്തോ റീൽസ് ഒക്കെ എടുത്തപ്പോൾ സമയത്ത് എന്തൊക്കെയോ അലിൻ ജോസ് പേരെ പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ മസ്താനി അലിൻ ജോസ് പേരെ പറ്റി നല്ല ഒരു കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചിരിക്കുന്നത്. ആണല്ലേ? അപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ ഹാപ്പിയാണ്. ബിഗ് ബോസിൽ പോകാതിരുന്നാലും മസ്താനി അല്ലെങ്കിൽ ശ്രുതി എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പം ബിഗ് ബോസിൽ പോകാൻ എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്ക് വിഷമമില്ല കേട്ടോ. കാരണം നമ്മളുടെ കൂടെ നടന്നെന്ന് പറഞ്ഞാൽ അവരുടെ ഒപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടില്ലെങ്കിൽ പോലും 1-2 വീഡിയോകളിൽ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു അർത്ഥത്തിൽ അവര് ബിഗ് ബോസിൽ കയറിയല്ലോ, നമ്മളെ ഒപ്പം വീഡിയോയിലുണ്ടായിരുന്ന ആൾക്കാർ സ്ക്രീനിൽ വന്നു. പിന്നെ അതില് എവിറ്റഡ് ആയി പോകുമ്പോഴും ആ ഒരു ഇതൊക്കെ ഫേസ് ചെയ്യണമല്ലോ. ഇപ്പൊ ഞാനാണെങ്കിലും ഫേസ് ചെയ്യണമല്ലോ പോയി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞതാണ്, പിന്നെ വിളിച്ച് സെലക്ട് ആക്കിയില്ല. അത്രേ ഉള്ളൂ. താങ്കളെ ബിഗ് ബോസ് വിളിച്ച് താങ്കൾ പോകും? നെക്സ്റ്റ് സീസണിൽ വിളിച്ച ഉറപ്പായിട്ടും പോകും. വിളിച്ചില്ലെങ്കിൽ പോവില്ല. ഈ സീസണിൽ നോക്കണ്ടപ്പോ? ഇല്ല, 7 കഴിഞ്ഞല്ലോ. ഇതിന്റെ ഇടയിൽ കയറ്റാൻ പറ്റുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് താങ്കളെ. വൈൽഡ് കാർഡ് എൻട്രി വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാം. എന്നെ ഇതുവരെ വിളിച്ചെത്ത സ്ഥിതിക്കൊന്നും പറയാൻ പറ്റത്തില്ല. വിളിക്കാത്ത കല്യാണത്തിന് പോകാറില്ലെന്നാണ് പറയണത്. വിളിക്കാത്ത കല്യാണങ്ങൾക്ക് പോകാറില്ലെന്ന് പറഞ്ഞ പോലെ വിളിക്കാത്ത ബിഗ് ബോസിലേക്ക് നമുക്ക് വലിഞ്ഞു കയറാനുള്ള റേഷൻ കടയല്ല ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഏഷ്യാനെറ്റിലെ വലിയൊരു ഷോയാണ്. അപ്പൊ അതിന്റെ ഷോയുടെ ഭാഗമാകുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് താങ്കൾ അവിടെ ചെന്ന 100 ദിവസം നിൽക്കാൻ പറ്റും താങ്കൾക്ക് തോന്നുന്നുണ്ട്? നമ്മള് 1-2 ദിവസം നിൽക്കുള്ളൂ. അതിനുള്ള കേട്ടോ എന്റെ കേസ് അത്രേ ഉള്ളൂ. എന്നാലും 2 ദിവസം നിൽക്കും. അതാണ് എന്റെ സ്ട്രാറ്റജി. അല്ല, ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഭയങ്കര നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, പോകാൻ നന്നായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്ന് ബിഗ് ബോസ് നോക്കാൻ വേണ്ടി പോകും. ഓക്കെ. എന്താണ് അതിന്റെ അകത്ത് നടക്കണത് അല്ലേ? ജീവനോടെ തിരിച്ചു വരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കണം. പറ്റൂന്നില്ല എന്നാ പറയണം അല്ലേ? അത് അങ്ങനെ ഒരു വർത്താനം. അവിടെ അടിയൊക്കെ നടക്കാറുണ്ടല്ലോ. അടി തനിക്കൊരു പുത്തരിയല്ലല്ലോ. താൻ അടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എത്രയോ വലിയ അടികളിൽ നേതൃത്വം കൊടുത്ത ആളാണ് താങ്കൾ. എനിക്ക് ഇങ്ങോട്ടല്ലേ കിട്ടിയേക്കണം. അതുകൊണ്ടല്ലേ പറഞ്ഞത് എത്രയോ അടികളിൽ നേതൃത്വം കൊടുത്ത ആളാണ് താങ്കൾ. ഒരു പ്രാവശ്യം ഒരു പാവം പയ്യന, പേര് ഞാൻ പറയുന്നില്ല, തിയേറ്ററിന്റെ വാദിക്കുന്നത് അനാവശ്യം തെറി പറഞ്ഞു. അത് വളരെ മോശമായി പോയില്ല. താങ്കളപ്പോ എന്തിന്റെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചീത്ത പറഞ്ഞത്? താങ്കൾ ഭയങ്കര ടെററാണെന്നാണ് പറയുന്നത്. ചില സമയത്ത് ഒരു ദിവസം അഭിലാഷാട്ടായം പറഞ്ഞു, അഭിലാഷാട്ടായത്തിന് വെട്ടാൻ വേണ്ടി താൻ നടക്കണെന്ന്. പുള്ളി ഒരാഴ്ച വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. താങ്കൾ ഇങ്ങനെ ടെററായി കഴിഞ്ഞാൽ കേരളം കത്തൂലേ? നമ്മൾ ടെററൊന്നുമല്ല ആണെന്നാണ് അഭിലാഷാട്ടായം പറഞ്ഞത്. അഭിലാഷാട്ടായം പറഞ്ഞില്ല താങ്കൾ വെട്ടാൻ നടക്കണെന്ന്. അതൊക്കെ ഓരോ പുള്ളി കണ്ടന്റ് ഉണ്ടാക്കിയാണ്. നമ്മള് ഇവിടെ കയ്യില് ഒരു കത്തി പോലും നേരെ പിടിക്കാൻ ഒരു ധൈര്യം ഇല്ലാത്ത ആള് എങ്ങനെയാണ് നമ്മൾ വെട്ടാൻ? അഭിലാഷ് പറഞ്ഞു തന്നെ വെട്ടാൻ എന്താ ബാഹുബലിയാണ്.
ഓക്കെ